വയനാട് നിന്നും എം കമൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. കമൽ, ഏത് ബൂത്തിലാണ് ഉള്ളത്? മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്ന ദൃശ്യങ്ങളിൽ കണ്ടു. വിശദവിവരങ്ങൾ എന്തൊക്കെ കമൽ? മോത്തി പുളിയാർമല മന്തപ്പ മെമ്മോറിയൽ ഗവൺമെൻറ് യു പി സ്കൂളിലാണ് ഉള്ളത്. RJD സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ സംസാരിക്കുകയാണ്. എന്താണ് തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ സാഹചര്യവും? നല്ല വിജയപ്രതീക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ 9.5 വർഷത്തെ പ്രവർത്തനം മികച്ച പ്രവർത്തനമായിരുന്നു ഗവൺമെൻറ്റിൻ്റെ. വികസന മേഖലയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും വളരെയധികം മുന്നോട്ടുന്നത് സർക്കാരാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വിധിയെഴുത്ത് LDF അനുകൂലമായിരിക്കും. വയനാട്ടിനെ സംബന്ധിച്ച് ദുരന്തത്തിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അവർക്ക് വേണ്ടി സർക്കാർ ചെയ്ത കാര്യങ്ങളും എല്ലാം ഇതിൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പല്ലേ? അത് നമ്മൾ മുമ്പൊന്നും കാണാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. കാരണം ഇപ്പം 15 മാസമായി സ്ഥലമേറ്റെടുത്തു, വീട് പണി നടക്കുന്നു. ജനുവരി അവസാനവും ഏകദേശം പണികളെല്ലാം തീരും. ഇന്ത്യയിൽ തന്നെ മാതൃകയായിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. നല്ല രീതിയിൽ വീട് നിർമ്മിച്ച് വളരെ ആധുനികമായ രീതിയിൽ അതിൻ്റെ ഫൗണ്ടേഷൻ അടക്കം ഇനിയൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ തരത്തിലുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്. വലിയൊരു പദ്ധതിയാണ്. 400 ചില്ലാനം വീടുകളെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതടക്കം പ്രതിഫലിക്കും വോട്ടിംഗ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ മുമ്പ് ഇങ്ങനെ കേരള ചരിത്രത്തിലോ ഇല്ല ഇന്ത്യയിലോ നമ്മളിങ്ങനെ ഒരു പുനരധിവാസ പദ്ധതി കണ്ടിട്ടില്ല. 1000 സ്ക്വയർ ഫീറ്റുള്ള വീട്, അവിടെ എല്ലാവിധ സൗകര്യങ്ങളും, ടൗൺഷിപ്പ്. അതും മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വയനാട്ടിൻ്റെ ഒരു മേപ്പാടിൻ്റെ ഒരു അറ്റത്തുള്ള സ്ഥലമാണ്. ഇത് കൽപ്പറ്റ ടൗണിലാണ്, ബൈപ്പാസിലാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ആ ദുരന്തത്തിൽപ്പെട്ട അവർക്ക് ഏറ്റവും ആശ്വാസകരമായ സംഗതിയാണ്. അത് തീർച്ചയായും വയനാട്ടിലെ ജനങ്ങൾ വിലയിരുത്തും. മോത്തി, RJD സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാറാണ് സംസാരിച്ചത്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. വയനാട്ടിനെ സംബന്ധിച്ച് ദുരന്തത്തിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളടക്കം വിലയിരുത്തപ്പെടും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും LDFന് അനുകൂലമാണ് എന്നുള്ളൊരു വിലയിരുത്തലും നടത്തുന്നു. എന്തായാലും വയനാട്ടിൽ രാവിലെ മുതൽ തന്നെ പോളിംഗ് തുടങ്ങി. ചൂരൽമലയിലടക്കം മികച്ച രീതിയിൽ പോളിംഗ് മുന്നോട്ട് പോവുകയാണ്. മോത്തി. ശരി, കമലാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. RJD അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാർ വോട്ട് രേഖപ്പെടുത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.